വ്യാപരിക്കണമെങ്കിൽ സുവിശേഷ വേലയ്ക്ക് നീ സമർപ്പണം ചെയ്യണം, വേല ചെയ്യണം. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. കൃപയും ശക്തിയും നിറഞ്ഞവനായി, കൃപ നിറഞ്ഞവനായി, ആത്മാവ് നിറഞ്ഞവനായി ദൈവവചനം പ്രസംഗിച്ചു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. അവൻ സുവിശേഷ വിരോധികൾ കൂർത്തുമുറുത്ത കല്ലുകൾ എടുത്ത് അവന്റെ തലക്കെറിഞ്ഞു. ജനം കോപപരവശരായപ്പോൾ ഇവൻ ആത്മനിറവുള്ളവനായി മാറി. അവന്റെ ശരീരത്തിൽ കല്ലുകൾ പതിഞ്ഞപ്പോൾ ഇവൻ ഭൂമിയിൽ എറിയുന്നവനെ നോക്കി ശപിച്ചില്ല. അവൻ സ്വർഗത്തിലേക്ക് അവൻ മുഖം തിരിച്ചു. അപ്പോൾ അവൻ ഒരുവനെ കണ്ടു. ഹല്ലേലൂയ! തുറന്ന സ്വർഗത്തിൽ സ്വീകരിപ്പാൻ കരം നീട്ടി നിൽക്കുന്ന രക്ഷകനെ കണ്ടുകൊണ്ടാണ് അവൻ കണ്ണടച്ചത്. അതാണ് ജയം. ഓ ഹല്ലേലൂയ! ഇതുപോലൊരു ജയം, അതെ, അല്പ വ്യത്യാസപ്പെടുത്തി ഞാൻ പറയട്ടെ. സ്തോത്രം. ഒരു ദൈവ പൈതൽ മരിക്കുവാനും യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനും ഒരുങ്ങിയിരിക്കണം. ഹലോ, ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡിൽ നീ മരിക്കുമെന്ന് കർത്താവ് നേരത്തെ മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകിയിട്ടല്ല മരണം വരുന്നത്. ഹല്ലേലൂയ, ആമേൻ. ഒരു പഴയ പാട്ടുണ്ട്, എപ്പോഴാണ് എൻ്റെ സോദരാ മൃത്യു വരുന്നതോർക്കായെങ്കിൽ എന്തു കഷ്ടമേ. പ്രൈസ് ദി ലോർഡ്. ശരി, ഞങ്ങളുടെ പാടാൻ തുടങ്ങിയ സമയമില്ല. എപ്പോഴാണ് മരണം വരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ മരിക്കുവാൻ എങ്ങനെ ഒരുങ്ങണം? ക്രിസ്തുവിൽ മരിക്കാൻ ഒരുങ്ങിയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14:13 പറയുന്നു, എഴുതുക, ഇന്നു മുതൽ ഹലോ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. കർത്താവിന് വേണ്ടി നീ അധ്വാനിച്ചത്, ആത്മാക്കളെ ആദായപ്പെടുത്തിയത്, ദൈവവേലയ്ക്ക് കൊടുത്തത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എല്ലാം മറന്നു കളയുന്നവനല്ല. നീ ചെയ്ത പ്രവൃത്തി നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ മരണം ശ്രദ്ധിക്കണം, കർത്താവിൽ മരിക്കണം. ജയിച്ചവൻ മരിക്കുന്നത് കർത്താവിൽ മരിക്കും. തോറ്റവൻ മരിക്കുന്നത് പാപത്തിൽ മരിക്കും. നിന്റെ മരണം കർത്താവിൽ മരിക്കുവാൻ ഒരുങ്ങിയിരിക്കണം. രണ്ടാമത്, കർത്താവിന്റെ വരവിനും ഒരുങ്ങിയിരിക്കണം. കാരണം ഈ രണ്ട് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ചിലർക്ക് അന്ത്യമാണെങ്കിൽ മരണം, ഈ ഭൂമിയിൽ ജീവിതാന്ത്യം മരണം. ചിലർക്ക് ജീവിതാന്ത്യം യേശുവിന്റെ വരവ്. ഈ ഭൂമിയിലെ അന്ത്യമാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ചിലർക്ക് മരണം, ചിലർക്ക് യേശുവിന്റെ വരവ്. Glory to Jesus. ഹല്ലേലൂയ. നിന്റെ ജീവിതം പരിശുദ്ധമായിരുന്നാൽ, പരിപാവനമായിരുന്നാൽ, വചനാടിസ്ഥാനത്തിൽ ഇരുന്നാൽ, വചനത്തിന്റെ വഴികളിൽ ഇരുന്നാൽ, നിശ്ചയമായും നീ ജയാളിയായി ക്രിസ്തുവിൽ മരിക്കുവാനിടയാകും. ആമേൻ. ഇല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വരവായാൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. Praise the Lord. പഴയ നിയമ പ്രവാചകന്മാരും ക്രിസ്തുവും ദൂതന്മാരും അപ്പോസ്തലന്മാരും ഒരുപോലെ മുന്നറിയിച്ചിട്ടുള്ളതാണ് യേശുവിന്റെ രണ്ടാം വരവ്. Praise the Lord. ദാനിയേൽ പ്രവചനത്തിൽ കണ്ട ബിംബത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോമ സാമ്രാജ്യങ്ങളുടെ ചരിത്രപരമായ നിറവേറലുകൾ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ബഹിരാകാശ യാത്രകൾ തുടങ്ങിയ ശാസ്ത്രീയ വളർച്ചകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ന്യായവിധിയാകുന്ന വേലലിന് മുൻപ് തളിർക്കുന്ന യഹൂദൻ എന്ന അത്തിയുടെ തളിർപ്പ്. ആമേൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം അറിയാം? ഞാൻ പ്രത്യേകിച്ച് പറയണം.
ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് യേശു വരാൻ സമയമായ കൈകളെ തന്റെ ദൈവമക്കളുടെ പ്രത്യാശ അത് വരവിന്റെ പ്രത്യാശയാണ്. ആമേൻ. ഹല്ലേലൂയ. നോഹ, ലോത്ത് തുടങ്ങിയവരുടെ സമകാലിക സംഭവങ്ങൾ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അറിഞ്ഞുകൊള്ളണം, യേശു വരാൻ കാലമായി. സോദോം ഗൊമോറയെ തീയിറക്കി നശിപ്പിക്കുവാൻ കാരണം ആണോട് ആണ്, പെണ്ണോട് പെണ്ണ് അപലക്ഷണമായി പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ ഭയങ്കരമായ പാപം. ലോകരാജ്യങ്ങളിലൊക്കെ ആണും കല്യാണം കഴിക്കുവാൻ ലൈസൻസ് നൽകിയിരിക്കുമ്പോൾ, പെണ്ണും വിവാഹം കഴിക്കുവാൻ ലൈസൻസ് നൽകിയിരിക്കുമ്പോൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ഇതിന് ലൈസൻസ് കൊടുക്കാമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുമ്പോൾ, ഇതാണ് സോദോം ഗൊമോറയിൽ തീയിറങ്ങുവാൻ കാരണമായ പാപം. ഹല്ലേലൂയ. ഭാരതത്തിന്റെ പോലും ധാർമ്മികത ഇതാ കെട്ടടങ്ങുകയാണ്. ദൈവജനമേ, ഉണരുക, സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഓ ഗ്ലോറി ടു ജീസസ്. വിരലിൽ എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ മാത്രം ഇത് ലൈസൻസ് ഇല്ലാതിരുന്നു. അവിടെ ലൈസൻസ് കൊടുക്കുമ്പോൾ ഓർത്തോണം, തീയിറങ്ങാൻ കാലമായി. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം സത്യവചനമാണ്. വേണമെങ്കിൽ സ്വീകരിക്കാമെന്നുള്ളതല്ല, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളെ സംഭവിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. ആമേൻ. അത് വേദപുസ്തകത്തിൽ വളരെ കർശനമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹൃദയം കലങ്ങി നിന്നവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, നേരത്തെ വായിച്ച കുറിവാക്യം മറക്കരുത്, എന്റെ സിംഹാസനത്തിൽ. ആരായിരിക്കുന്നത്? ജയിക്കുന്നവൻ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്തവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത പറഞ്ഞു ചെയ്യുന്നവൻ, വാക്കുകളിൽ വിശ്വസ്തൻ. ഓ ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്യുന്നവൻ വിശ്വസ്തൻ, അവൻ വാക്ക് മാറാത്തവൻ. 2000 വരെ ആളുകൾ യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. വരവിന്റെ ചാപ്റ്റർ എല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. 2000 കഴിഞ്ഞപ്പോൾ പലരുടെയും പ്രതീക്ഷ 2000 തികയുമ്പോൾ വരുമെന്നായി. വരവിന്റെ ചൂട് പ്രസംഗിമാരൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ കുറെ കൂടെ ശക്തമായി പറഞ്ഞു. ആമേൻ. കാരണം ചിലർ താമസം എന്ന് വിചാരിക്കുന്നു എങ്കിലും കർത്താവ് വരാൻ താമസിക്കും. ഒന്നുകിൽ എന്റെ അന്ത്യം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. രണ്ടിലൊന്ന് സംഭവിക്കും. നിനയാത്ത നാഴികയിൽ സംഭവിക്കും. രണ്ടിൽ ഏത് സംഭവിച്ചാലും ഞാൻ ജയാളിയായിരിക്കും. ലോകത്തോടുകൂടെ നീ നശിക്കരുത്. ലോകം പോകുന്ന പോക്കിൽ നീയും പോകരുത്. ഇനിയും പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞിട്ട് പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഓൾറെഡി ഉണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. ഞാൻ ഒരുക്കാനാണ് പോകുന്നത്. സ്തോത്രം. ഒരുക്കിച്ച് വരും. അതിനൊരു ഉദാഹരണം പറയാം. പലരും ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഞാൻ ജനിച്ച അന്ന് മുതലേ പെന്തിക്കോസ്തുകാർ വാ തുറന്നാൽ യേശു വരാറായി, മണാളൻ യേശു വരാറായി, സിയോനാഥൻ വരാറായി എന്നൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് എന്ന് വരെ എപ്പോൾ വരും എന്ന് പാടി, പിന്നെ വരാറായി എന്ന് പാടി, അടുത്ത വാതിൽക്കൽ എന്ന് പാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പാട്ടൊക്കെ പാടി 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 പാട്ട്
അതുകൊണ്ട് 2000 വരെ നമ്മളൊക്കെ ജനിച്ച കാലം മുതലേ ഈ പാട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെയ്ക്ക് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് ഭയങ്കര സംശയം. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, എല്ലാം ഉണ്ടായ കാലത്തിരുന്നത് പോലെ ഇപ്പോഴും ഇരിക്കുന്നു, ഒരു മാറ്റവും. കണ്ണു കാണാത്തോണ്ട് ആ മാറ്റമില്ലാത്തത്. Praise the Lord. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മാറ്റം? യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാം പറയും കർത്താവ് ഇങ്ങോട്ട് വന്നാൽ മതി, സമയം ആയി. കഷ്ടകാലത്ത് നമ്മുടെ അപ്പച്ചന്മാരുടെ ഒക്കെ കാലത്ത് ആഹാരത്തിൽ ഇല്ല. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒതുക്കും. നല്ല വീട് വർക്കില്ല, ആരും സമൂഹത്തിൽ അംഗീകാരം, ഹലോ ഉറങ്ങിപ്പോകരുത്, സമൂഹത്തിൽ അംഗീകാരം ഇല്ല. കുടുംബക്കാരൊക്കെ ഒതുക്കും, സമുദായക്കാരൊക്കെ ഒതുക്കും. ഈ പഴയ പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാർബർ തലമുടി പോലും വെട്ടിച്ചു കൊടുക്കത്തില്ല, പെന്തക്കോസ്തുകാർ വസ്ത്രം അലക്കി കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ഒതുക്കപ്പെട്ട ഒരു കാലം. അന്നവർ കഴിക്കാൻ ആഹാരമില്ല, കിടക്കാൻ നല്ല മെത്തയില്ല. അതുകൊണ്ട് വിശപ്പ് കൊണ്ടും മെത്തയില്ലാത്തത് കൊണ്ടും രാത്രി മുഴുവൻ ഇരുന്ന് പാട് എന്ന് വരെ എപ്പോൾ വരും പോയതുപോലെ തന്നെ അവരുടെ കണ്ണുനീർ കണ്ടിട്ട് തന്റെ അടുത്ത തലമുറയ്ക്ക് ദൈവം നല്ല വീട് കൊടുത്ത്, നല്ല മെത്ത കൊടുത്ത്, നല്ല എയർ കണ്ടീഷൻ മുറികൾ കൊടുത്ത്, നല്ല ആഹാരം കൊടുത്ത് അവരുടെ തലമുറയെ അനുഗ്രഹിച്ചപ്പോൾ ഇപ്പോഴത്തെ തലമുറ പറയുന്നു, കഥ ഇപ്പോഴൊന്നും വന്നില്ലേലും കുഴപ്പമില്ല, വരാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും കൂടെ ഇല്ല. കുറെ കൊല്ലം ഞങ്ങൾ ലോകത്തിൽ കളിച്ചോട്ടെ, ജീവിച്ചോട്ടെ, അങ്ങ് സാന്നിധ്യമാണ്, ജീവിച്ചോട്ടെ, പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സന്തോഷത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾ ഇതുവരെയ്ക്കും ഹൃദയത്തിൽ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് പിന്നെ വന്നാൽ മതി എന്ന് തോന്നുന്നത്. ആമേൻ. പക്ഷെ നിങ്ങൾ പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേ? യെസ് ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവിൻ പ്രാണനാഥ വേഗത്തിൽ വന്നിടണേ, വരവിനു താമസമുണ്ടോ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിൽ വീഴുമെല്ലാൻ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? നിന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിൽ വീഴുമെല്ലാൻ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, വസന്തകാലം സുനിതമായി. നിന്റെ വരവിന്റെ മാറ്റൊലികൾ ദിനം പോലും മുഴങ്ങുന്നു. വേഗന്റെ വാനദൂതഗണത്തോടെ മധ്യവാനിൽ കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? കാലങ്ങൾ ദീർഘമുണ്ടോ നാഥ? ഹല്ലേലൂയ. ഇന്നും വേദനയോടെ കർത്തൃസേവ ചെയ്യുന്ന, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ വേദനകൾ അനുഭവിച്ച്, ത്യാഗം അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച്, എന്റെ വേദനകൾ എന്ന് തീരുമോ എന്ന ചോദ്യചിഹ്നത്തോട് നിൽക്കുന്ന അനേകർക്ക് പറയുവാനുള്ളത്, കർത്താവ് വേഗത്തിൽ ഒന്ന് വരണം. കർത്താവ് ഹൃദയാംഗമായി സ്നേഹിക്കുന്ന തന്റെ മക്കളുടെ ഹൃദയത്തെ നോക്കുമ്പോൾ അവരുടെ ആവേശം ഒന്നിങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. എങ്കിലും കർത്താവ് എന്തുകൊണ്ട് താമസിക്കുന്നു? ഞാൻ എളുപ്പത്തിൽ പറയാം. 2 കാര്യം. ഒന്ന്, ശ്രദ്ധിക്കൂ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും ആകും. ഉൽപ്പത്തി പുസ്തകം 6:14 മുതൽ 16 വരെയും മത്തായി സുവിശേഷം 24:37 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ യേശു എടുത്തു ധരിച്ചതും നോഹയുടെ കാലത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചാണ്. നമ്മുടെ ആഗ്രഹമൊക്കെ പെട്ടെന്ന് യേശു വന്നെങ്കിൽ, സുഖഭോഗമായി ജീവിക്കുന്നവർക്ക് ഇച്ചിരി അവിടെ കഴിഞ്ഞിട്ട് വന്നെങ്കിൽ, അല്ലേ? പക്ഷെ കർത്താവ് ഇപ്പോൾ വരും.
രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, ഉദാഹരണമായി പറഞ്ഞിരിക്കുന്ന നോഹയുടെ കാര്യം. നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയണം. ആമേൻ. പക്ഷേ 120 വർഷം കൊണ്ട് നോഹ പെട്ടകം പണിതു. പറഞ്ഞ ശേഷം 120 വർഷം കൊണ്ടാണ് ജലപ്രളയം. 120 വർഷമായപ്പോഴാണ് ജലപ്രളയം വന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് ഈ 120 വർഷം? ആമേൻ. ഹല്ലേലൂയ. ഒന്നാമത് ഈ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പെട്ടക പണി തീരണം. ഹലോ. രണ്ട്, ജലപ്രളയം വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് സകലർക്കും കൊടുക്കണം. ഹലോ. അത് ശരിയാണോ തെറ്റാണോ? ശരി. കാരണം ഞാൻ പറയും, ദൈവവചനം പറയുന്നു, കർത്താവ് പറയും, ഞാൻ സ്ഥലം ഒരുക്കി തീരണം. രണ്ട്, എന്റെ സുവിശേഷം സകല ജാതികൾക്കും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം. കേരളക്കാര് മാത്രം കുറെ പേര് ബന്ധുക്കോസുകാരായി രക്ഷിക്കപ്പെട്ടെന്ന് പറയും. നിങ്ങൾ മാത്രം പൊക്കിക്കൊണ്ടങ്ങ് സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരെയും നരകത്തിൽ ഇരുത്തണമെന്നോണം നിങ്ങളുടെ ചിന്ത. സകല ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ആമേൻ, 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 ആമേൻ. ഒന്ന്, പെട്ടകപ്പണി തീരണം. ഈ അപ്പച്ചൻ പെട്ടകപ്പണിയും നടത്തി മുന്നറിയിപ്പും പ്രസംഗിച്ചു. നീതി പ്രസംഗി എന്നാണ് പേര് കൊടുക്കുക. അത് ഹലോ, നോഹയുടെ പേര് വളരെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. നീതി പ്രസംഗിയായ നോഹ തനക്കും തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിത നോഹ. എബ്രായ ലേഖനത്തിൽ അങ്ങനെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു ജോലി പെട്ടകപ്പണി. ആമേൻ. രണ്ടാമത്തെ ജോലി പ്രസംഗം. പക്ഷേ വേദപുസ്തക വചനത്തിൽ നിങ്ങൾ പഠിച്ചാൽ ഈ 120 നീണ്ട വർഷങ്ങൾ കിട്ടിയിട്ടും ഇവൻ തോട്ടം ഉണ്ടാക്കിയില്ല. നോഹ തോട്ടം പണിതില്ല. തോട്ടം പണിതത് ജലപ്രളയം കഴിഞ്ഞ് തിരികെ വെള്ളം താഴ് വന്ന് ഭൂമിയിൽ ഇറങ്ങിയ ശേഷം തോട്ടം, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഹലോ. നോഹയ്ക്ക് ഒരു കാര്യം അറിയാം, ഇപ്പോൾ ഞാൻ തോട്ടം ഉണ്ടാക്കിയാലും അത് നശിച്ചു പോകും. ഇപ്പോൾ ഞാൻ തോട്ടം ഉണ്ടാക്കേണ്ട കാലമല്ല, ഇപ്പോൾ പെട്ടകം ഉണ്ടാക്കേണ്ട കാലം, മുന്നറിയിപ്പ് പ്രസംഗിക്കേണ്ട കാലം. ദൈവത്തെ സ്തുതിക്കാം. എന്റെ കർത്താവ് നമുക്ക് വേണ്ടി കൊട്ടാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ മുന്നറിയിപ്പും കൂടെ കൊടുക്കണം. AD 52 സുവിശേഷം പാഞ്ഞെത്തിയ കേരളക്കാരായ നമുക്ക് അന്നു മുതൽ കേൾക്കുന്ന പ്രസംഗം, യേശു വരാറായി. ഓരോ യോഗത്തിന്റെയും അവസാനം അപ്പച്ചൻ പാസ്റ്റർമാരെ വിളിച്ചു പറയും, ആമേൻ കർത്താവായ യേശുവേ. കേട്ട് കേട്ട് തരപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നോഹയോട് ചോദിക്കാം, നോഹയെ, ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഇല്ല, കാറില്ല, റോക്കറ്റ് ഒന്നുമില്ല, എല്ലായിടങ്ങളിലും മുന്നറിയിപ്പ് നൽകണം ഒറ്റ നോഹ. ആദ്യത്തെ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ആളുകൾ വിചാരിച്ചു എന്തോ ഇതിൽ കാര്യം ഉണ്ട്. രണ്ടാമത്തെ ആഴ്ച പ്രസംഗിച്ചപ്പോൾ എന്തോ കാര്യമുണ്ട്. 1 വർഷം, 2 വർഷം, 5 വർഷം പ്രസംഗിച്ചു, എന്തോ കാര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം, 119ാമത്തെ വർഷം പ്രസംഗിച്ചു. ആദ്യം മുതൽ കേൾക്കാൻ തുടങ്ങിയവരെ അപ്പച്ചനെ മട്ടനാക്കി. അത് മനസ്സിലാകുമ്പോ ആദ്യം മുതൽ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയവരെ അപ്പച്ചനെ വട്ടനാക്കി. പക്ഷെ ആദ്യമായിട്ട് ഈ 119ാം വർഷവും പ്രസംഗം കേൾക്കുന്നവരുണ്ട്. അവർക്ക് തോന്നി എന്തോ ഓട്ടം. ഹല്ലേലൂയ. AD 52 മുതൽ കേൾക്കുന്ന നാം വട്ടനാക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും യേശുവേ എന്ന ശബ്ദം കേട്ടിട്ടില്ലാത്തവർ എന്തോ ഉണ്ടെന്നറിയുന്നു.